നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷൊർണൂർ PWD ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകർക്ക് പരിക്ക്. BJPയുടെ പ്രതിഷേധ മാർച്ച് ഷൊർണൂർ കുളപ്പള്ളി റോഡ് തകർച്ചയ്ക്കെതിരെ. വെള്ളാപ്പള്ളിയുടെ പരാമർശം പാർട്ടി നിലപാടിനൊപ്പമെന്ന് മന്ത്രി സജി ചെറിയാൻ. കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച മന്ത്രി. രോഗിയുമായി പോയ ആംബുലൻസ് തടഞ്ഞത് മനുഷ്യത്വരഹിതം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കുറച്ചുപേർ സമരത്തിന് വരുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ചയെന്നും മന്ത്രി. തൃശൂരിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. വിൽപ്പനയ്ക്കെത്തിച്ച 3.5 കിലോ ഗജപതി സ്പെഷ്യൽ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി അറസ്റ്റിൽ. 2020 കഞ്ചാവുമായി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായ മഹാരാഷ്ട്ര സ്വദേശിക്ക് 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. വാടാനാംകുറിശി ROB സർവീസ് റോഡ് നിർമ്മാണം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധം. 10 ദിവസം റൂട്ടിൽ ഗതാഗതം നിരോധിച്ച് നടത്തിയ പ്രവൃത്തി ഇപ്പോഴും പാതി വഴിയിൽ. റോഡ് വീണ്ടും അടച്ചിട്ടതോടെ പ്രതിഷേധവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് നേതാക്കൾ. സംസ്ഥാനത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന് യൂത്ത് കോൺഗ്രസ്. വിദ്യാഭ്യാസ മന്ത്രി പാലക്കാട് ജില്ലയിലെത്തും മുമ്പ് നേതാക്കളെ നിയമവിരുദ്ധമായി തടങ്കലിലാക്കിയ പോലീസ് നടപടി പ്രതിഷേധാർഹം. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് വീട് കയറി കസ്റ്റഡിയിലെടുത്തത് മന്ത്രി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധമുണ്ടായേക്കുമെന്ന് ഭയന്ന്. വാർത്തകൾ വിശദമായി. ഷൊർണൂരിൽ BJP മാർച്ചിൽ സംഘർഷം. കുളപ്പള്ളി ഷൊർണൂർ റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ച് BJP പൊതുമരാമത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് ഇപ്പോഴും സംഘർഷാന്തരീക്ഷം നിലനിൽക്കുകയാണ്. കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് മന്ത്രി സജി ചെറിയാൻ. രോഗിയുമായി പോയ ആംബുലൻസ് തടയുക എന്നത് മനുഷ്യത്വരഹിതമാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കുറച്ചുപേർ സമരത്തിന് വരുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച. വെള്ളാപ്പള്ളി വിഷയത്തിൽ പാർട്ടി നിലപാടിനൊപ്പമാണെന്നും സജി ചെറിയാൻ തൃശൂരിൽ പറഞ്ഞു. പാർട്ടി നിലപാടിനൊപ്പമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് സജി ചെറിയാന്റെ പ്രതികരണം. പാർട്ടിയുടെ നിലപാട് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിനെതിരെ മന്ത്രി ആഞ്ഞടിച്ചു. രോഗിയുമായി പോയ ആംബുലൻസ് തടയുക എന്നത് ശരിയല്ല. വസ്തുതകൾ മനസ്സിലാക്കി പ്രശ്നപരിഹാരം കാണുകയാണ് വേണ്ടത്. മെറിറ്റ് കണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കുറച്ചുപേർ സമരത്തിന് വരുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച. മരണവീട്ടിൽ മന്ത്രിമാർ പോകുന്നത് സ്വാഭാവികമായും തടയാമോ? മരണവീട്ടിൽ മന്ത്രിമാർ പോകുമ്പോൾ തടയുന്നത് പാർട്ടി അധപതനമാണ് വെളിവാക്കുന്നത്. സമരം ചെയ്യേണ്ട എന്നല്ല. കാർത്തികപുരത്ത് സ്കൂൾ നടത്തിക്കില്ല എന്ന തരത്തിൽ ഗുണ്ടായിസമാണ് കാണിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് കൗതുകകരമായ സമരങ്ങളാണ് നടക്കുന്നതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏത് ചെറിയ കാര്യത്തിലും ഉടൻ വലിയ പ്രശ്നമാണ്. പക്വതയോടുകൂടി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യും. ഇപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞ് കറണ്ടടിച്ച് മരിച്ചു. ഒരു സ്കൂളിൻ്റെ കെട്ടിടത്തിന് തകർന്നു. രോഗിയുമായിട്ട് പോയ ആംബുലൻസ് ഓരോ സ്ഥലത്തോടും ചെന്നിത്തല നവോദയ സ്കൂളിൽ ആത്മഹത്യ. ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകാറുണ്ട്. ആ പ്രശ്നങ്ങളെ നമ്മൾ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി അതിന് പരിഹാരം കാണും. ആ പരിഹാരം കാണുന്നതിന് എല്ലാവരും കൂട്ടായി പരിശ്രമിക്കും. അപ്പോൾ ചെന്നിത്തലയിൽ ആത്മഹത്യാ കേസ് വന്നപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ പോയി വസ്തുതകൾ പരിശോധിച്ചു, കളക്ടറെയും എസ് പിയും വിളിച്ച് വന്ന്
വിശദമായ അന്വേഷണം നടത്തി ആ പ്രശ്നങ്ങൾ അവസാനിച്ചു. അപ്പോൾ നമ്മളൊരു പ്രശ്നത്തെ അതിൻ്റെ മെറിറ്റിനെ കണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് സംഭവിച്ച കാര്യത്തെ പരിശോധിച്ച് ഗൗരവമായി എടുത്ത് പരിഹാരം കാണുക, നടപടി ആവശ്യം നടപടി. ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് വരാൻ പോകും. ഉടനെ ഒരു കൊടി എടുത്ത് കുറച്ച് കഴിഞ്ഞ് സമരത്തിന് വരും. അവിടെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. ഇവിടെ ഒരു മരണ വീട്ടിൽ മന്ത്രിമാർ പോകുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ എത്രമാത്രം രാഷ്ട്രീയമായിട്ട് പാർട്ടികൾ അത് പിടിക്കുന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച. അതിൻ്റെ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കണം. കുറവോ തെറ്റോ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് പരിഹാരം കാണണം, നടപടിയായിട്ടാണ്. ഇത്തരം സമരരീതികളിലൊരു മാറ്റം വേണം. സമരം ചെയ്യേണ്ട നന്ദി പറയും. ഞാൻ നവോദയ സ്കൂളിൽ എൻ്റെ നാട്ടിലാണെന്ന് വിഷയം ഞാനങ്ങനെ കൈകാര്യം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു വേടങ്ങളുടെ പ്രശ്നം നടത്താം, കുറേ ആളുകളെ സംഘടിപ്പിച്ച് കൂടി പിടിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കാം. പക്ഷേ ഒരു കുട്ടി മരിച്ചു, അത് ആത്മഹത്യയാണോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. രാത്രിയിലാണ് സംഭവം നടന്നത്. നമ്മളവിടെ പോയി കളക്ടർ SP വരും, ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വരും, ശരി അന്വേഷിക്കാൻ പറ്റും. അന്വേഷിച്ചപ്പോൾ വസ്തുതാപരമായി അതിൻ്റെ കാര്യങ്ങൾ ഫാക്ട്സ് മനസ്സിലായി. പിന്നെ അവിടെ ഒരു പ്രക്ഷോഭത്തിൻ്റെ വിഷയമില്ല. കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന സ്കൂളായതുകൊണ്ട് രാവിലെ അവിടെ കൂടി പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ വസ്തുതകൾ പരിശോധിക്കും. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം സർവീസ് റോഡ് നിർമ്മാണത്തിലെ മെല്ലെ പോക്കിനെതിരെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലാണ് പ്രതിഷേധമുണ്ടായത്. തിങ്കളാഴ്ച രാവിലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രദേശത്ത് പ്രതിഷേധവുമായി എത്തിയത്. നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിനെതിരെയായിരുന്നു പ്രതിഷേധം. 10 ദിവസം പാത അടച്ച് പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിനെതിരെയും നേതാക്കളും പ്രവർത്തകരും ആക്ഷേപമുന്നയിച്ചു. നിരവധി യാത്രക്കാരെ വലയ്ക്കുന്ന രീതിയാണിവിടെ. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയാൽ മതിയെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികൾ ശക്തമാക്കുമെന്നും വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P. രൂപേഷ് പറഞ്ഞു. വർഷത്തോളമായി അദ്ദേഹം 2016 പട്ടാമ്പിയിൽ നിന്നും മത്സരിച്ച് വിജയിച്ചപ്പോൾ 2017 തുടങ്ങിയതാണ് ഈ വാടാനംകുറിശി മേൽപ്പാലം എന്നുള്ള ആ ഒരു സ്വപ്നം. എന്നാൽ നാളെ ഇതുവരെയായി ഈ വാടാനംകുറിശി മേൽപ്പാലത്തിന് ഒരു പരിഹാരം കാണാൻ ബന്ധപ്പെട്ട MLAക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരവസ്ഥയാണ്. മാത്രവുമല്ല, ഇന്നിപ്പോൾ നമുക്കിവിടെ കാണാം ഈ മേൽപ്പാലം പണി ഏകദേശം 10 വർഷത്തോളം കിട്ടിയിട്ടും ഈ അതിശക്തമായ മഴക്കാലത്താണ് ഇവിടെ 2 സൈഡിലും ചാല് കീറി ഈ മേൽപ്പാലം പണി യാഥാർത്ഥ്യമാക്കുമെന്ന് പറയുന്നത്. എല്ലാ ആഴ്ചയും ചാനലുകളുടെ മുന്നിൽ വന്നിട്ട് ഇവിടുത്തെ CPM നേതാക്കളും MLAയും ഇതാ അടുത്ത മാസം ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് ഈ വാടാനംകുറിശിയിലെയും ഈ പരിസര പ്രദേശത്തെ ജനങ്ങളെയും വളരെയധികം കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി യാത്രക്കാർ ഏറെ ദുരിതത്തിലാണെന്നും യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ ഉടൻ നടപടിയുണ്ടായില്ലെങ്കിൽ MLA ഓഫീസ് മാർച്ച് നടത്തുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാഫി പറഞ്ഞു. ഞങ്ങൾ സംഘടിപ്പിക്കും. കാരണം ഇതിന്റെ ബുദ്ധിമുട്ട് ഈ പട്ടാമ്പിയുടെ MLAയും അറിയണം. MLAയുടെ യാത്ര പോകുന്നതിന് ബുദ്ധിമുട്ട് സംഭവിച്ചെങ്കിൽ മാത്രമേ MLAക്ക് ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്താ എന്നുള്ളത് തിരിച്ചറിയുള്ളൂ. ശക്തമായിട്ട് തന്നെ യൂത്ത് കോൺഗ്രസ് MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. A. ശ്രീനിവാസൻ, രാജീവ്, അഭിലാഷ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഭരണവീഴ്ചകൾക്കെതിരെ മുന്നറിയിപ്പുമായി CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് കൊടിയിറങ്ങി. വനിതാ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്ത വിപ്ലവകരമായ തീരുമാനമാണ് സമ്മേളനത്തിന്റെ ഹൈലൈറ്റ്. ജില്ലയിൽ സുമലത മോഹൻദാസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കും. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് വനിതാ ജില്ലാ സെക്രട്ടറി എന്ന ചരിത്രമെഴുതിയാണ് CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് കൊടിയിറങ്ങിയത്. സുപ്രധാനമായ പല വിഷയങ്ങളും വടക്കഞ്ചേരിയിൽ നടന്ന സമ്മേളനം ഉയർത്തിപ്പിടിച്ചു. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിനെതിരെ സന്ധിയില്ലാത്ത നിലപാടെന്ന സമീപനമാണ് ജില്ലാ സമ്മേളനത്തിൽ ആരംഭം മുതൽ സ്വീകരിച്ചത്. പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിനിധികൾ ഉന്നയിച്ചത്. CPI മന്ത്രിക്കെതിരെ പോലും രൂക്ഷ വിമർശനമുണ്ടായി. ഒന്നാം LDF സർക്കാരിൻ്റെ നിഴൽ മാത്രമായി രണ്ടാം ഇടത് സർക്കാർ മാറിയെന്ന ആരോപണം വ്യാപകമായിരുന്നു. തുടർഭരണം സ്വപ്നം മാത്രമാകുമെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. പൊതുചർച്ചയിലാണ് പ്രതിനിധികൾ തുറന്നടിച്ചത്. മണ്ണാർക്കാട് മേഖലയിൽ CPIയെ വേട്ടയാടുന്നതിന് മുൻപന്തിയിൽ നിന്ന ചിലർ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയിലാണ്. അവരെ CPIക്ക് ആവശ്യമില്ല.
ഭരണം കിട്ടുമ്പോൾ നേതാക്കൾ അഹങ്കാരികളാകരുതെന്നും ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. സാധാരണക്കാരന്റെ ഒപ്പം നിൽക്കാൻ രണ്ടാം പിണറായി സർക്കാരിന് കഴിയുന്നില്ല. CPI മന്ത്രിമാർ പോലും മികവോടെ പ്രവർത്തിക്കുന്നില്ലെന്നും പൊതുചർച്ചയ്ക്കിടെ ആക്ഷേപമുയർന്നു. സൂക്ഷിച്ചില്ലെങ്കിൽ ഭരണം മാത്രമല്ല ബംഗാളിലെ പോലെ പാർട്ടി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ കേരളത്തിലും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ചിലർ ഉയർത്തി. കമ്മ്യൂണിസ്റ്റ് രീതിയിൽ നിന്ന് വ്യതിചലിക്കുന്നത് പലപ്പോഴും വലിയ തിരിച്ചടിക്ക് ഇടയാക്കുന്നുണ്ട്. ജനകീയ വിഷയങ്ങളിൽ പ്രതിഷേധം നടത്താൻ പോലും കഴിയുന്നില്ല. കിസാൻ സഭ പല പരിപാടികളും ഏറ്റെടുത്തില്ല. കർഷക തൊഴിലാളികളെ അവഗണിച്ചു. പല വിഷയങ്ങളിലും സർക്കാർ നിലപാട് മൂലം സംഘടനാ പ്രവർത്തനം ദുഷ്കരമാകുന്ന സാഹചര്യമുണ്ടെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. മഹിളാ പ്രസ്ഥാനങ്ങൾ കൂടുതൽ സജീവമാകണമെന്ന അഭിപ്രായവും ഉയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തണമെന്നും നിലവിലെ സീറ്റുകൾക്ക് പുറമെ സ്വാധീന മേഖലകളിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടണമെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. 40 പ്രമേയങ്ങളാണ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. 45 അംഗ ജില്ലാ കൗൺസിലും പ്രത്യേക ക്ഷണിതാക്കളായി മുതിർന്ന അംഗങ്ങളായ 5 പേരെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാനത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന് യൂത്ത് കോൺഗ്രസ്. വിദ്യാഭ്യാസ മന്ത്രി ജില്ലയിലെത്തും മുമ്പേ നേതാക്കളെ നിയമവിരുദ്ധമായി തടങ്കലിലാക്കിയ പോലീസ് നടപടിയെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതികരണം. വിദ്യാഭ്യാസ വകുപ്പിന്റെ വീഴ്ചയിൽ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധമുണ്ടായേക്കുമെന്ന് ഭയന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് വീട് കയറി കസ്റ്റഡിയിലെടുത്തത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വിനീഷ് കരിമ്പാറ, നെന്മാറ മണ്ഡലം സെക്രട്ടറി KG രാഹുൽ എന്നിവരെയാണ് അതിരാവിലെ വീട് കയറി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസിന്റെ നടപടി കടുത്ത ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. സംസ്ഥാനത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇതിനുദാഹരണമാണ് ഇത്തരം സംഭവങ്ങൾ. ജനാധിപത്യപരമായ പ്രതിഷേധത്തെ നേരിടാൻ പോലും ധൈര്യമില്ലാതെ വെറും ഭീരുവായി ശിവൻകുട്ടി മാറിയെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ 7 വയസ്സുകാരിയായ മകൾക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ അഭിഭാഷകനായ അച്ഛൻ പോലീസിന്റെ പിടിയിൽ. 6 മാസത്തോളം ഇയാൾ മകളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതായാണ് പരാതി. വീട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തൃശൂരിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. വിൽപ്പനയ്ക്കായി എത്തിച്ച 3.5 കിലോ ഗജപതി സ്പെഷ്യൽ എന്ന മുന്തിയ ഇനം കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയായ യുവാവ് പിടിയിലായി. ഒഡീഷ സ്വദേശി 33 വയസ്സുള്ള മണി നായകാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി എത്തിച്ച 3.5 കിലോ ഗജപതി സ്പെഷ്യൽ എന്ന മുന്തിയ ഇനം കഞ്ചാവാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തതെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. ട്രെയിൻ മാർഗം തൃശൂരിലെത്തിച്ച കഞ്ചാവുമായി കണ്ണംകുളങ്ങരയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത്. തൃശൂർ എക്സൈസ് ഇന്റലിജൻസും തൃശൂർ എക്സൈസ് റേഞ്ചും സംയുക്തമായാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ കഞ്ചാവുമായി പിടിയിലായ മഹാരാഷ്ട്ര സ്വദേശിക്ക് 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതിയെ ശിക്ഷിച്ചത്. ഷൊർണൂർ റെയിൽവേ പോലീസ് കഞ്ചാവുമായി പിടികൂടിയ മഹാരാഷ്ട്ര സ്വദേശി ട്രോംബെ ലൈൻ ചീറ്റ ക്യാമ്പിൽ റഹ്മാൻ റഹ്മത്ത് ഷെയ്ഖിനെയാണ് പാലക്കാട് കോടതി ശിക്ഷിച്ചത്. തീവണ്ടിയിൽ കടത്തുകയായിരുന്ന 1 കിലോ 302 ഗ്രാം കഞ്ചാവാണ് ഇയാളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത്. 2020 തീവണ്ടിയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവുമായി റഹ്മാൻ റഹ്മത്ത് ഷെയ്ഖ് പിടിയിലാവുന്നത്. അന്നത്തെ SI വനൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം തീവണ്ടിയിൽ പരിശോധനയ്ക്കിടെ ഇയാളെ പിടികൂടുകയായിരുന്നു. പാലക്കാട് അഡീഷണൽ സെഷൻസ് ജഡ്ജാണ് പ്രതിക്ക് 3 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ദീർഘകാലം പട്ടാമ്പി ഏരിയ സെക്രട്ടറിയുമായിരുന്ന N ഉണ്ണികൃഷ്ണനെ അനുസ്മരിച്ചു. CPM നേതാവും മുൻ MLAയുമായ P ഉണ്ണി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ നേതാവായി N ഉണ്ണികൃഷ്ണന് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വലുതാണെന്നും P ഉണ്ണി പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ദീർഘകാലം പാർട്ടി ഏരിയ സെക്രട്ടറിയുമായിരുന്ന N ഉണ്ണികൃഷ്ണന്റെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ഓങ്ങല്ലൂരിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാൻഡ് ഇവന്റ് സെന്ററിൽ നടന്ന അനുസ്മരണ പരിപാടി CPM നേതാവ് P ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തെ അടർത്തി മാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പ്രവർത്തകനാക്കണം എന്ന ഒരു ഉൾക്കാഴ്ച എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നു.
കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭാവന ഒരാളെങ്കിലും നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകരാക്കി മാറ്റാവുന്നതാണ്. അങ്ങനെ ചില ആളുകളെ നമുക്ക് വഴി കണ്ടുമുട്ടുമ്പോൾ അവിടെ നിലവിലുള്ള രാഷ്ട്രീയം നമുക്ക് എതിരാണെങ്കിൽ അത് മാറ്റി യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകരാക്കി മാറ്റാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ ഉണ്ണീഷനുമായി സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ഇടയപരമായിട്ടാണ് ഉണ്ണീഷൻ കോൺഗ്രസിൽ നിന്നും മോചിതനായതും. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികവും ഫാസിസത്തിൻ്റെ വേഷപ്പകർച്ചകളും എന്ന വിഷയത്തിൽ ഡോക്ടർ അനിൽ ചേലാമ്പ്ര പ്രഭാഷണം നടത്തി. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ച ഡോക്ടർ CP ചിത്രഭാനു, TK രവീന്ദ്രൻ, വിപ്ലവം ബാലൻ എന്നിവരെ TK നാരായണദാസ് ആദരിച്ചു. CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. C അച്യുതൻ, NP വിനയകുമാർ, AM നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ AUP സ്കൂളിൽ 1993 7ാം ക്ലാസ് ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. 50ഓളം പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുട്ടികളും സംഗമത്തിൽ പങ്കാളികളായി. ഏറെ വർഷത്തിനു ശേഷം വീണ്ടും കണ്ടുമുട്ടിയതോടെ തോരാത്ത ആവേശവും സന്തോഷവും. 50ഓളം പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുട്ടികളും ചടങ്ങിൽ പങ്കെടുത്തു. കേക്ക് മുറിച്ചാണ് പരിപാടികൾക്ക് തുടക്കമിട്ടത്. പ്രവാസികളായ സലീം, ഷാജി എന്നിവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം K പ്രവീൺ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു ഗ്രൂപ്പായിട്ട് മാറ്റുവാനുള്ള എല്ലാവിധ പ്രവൃത്തികളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ ഞങ്ങളുടെ സഹപാഠികളുടെ ഭർത്താവിന് ഞങ്ങൾ കാരുണ്യമായിട്ട് വലിയൊരു സംഖ്യ ഞങ്ങൾ ദാനം ചെയ്യലൊക്കെ ഉണ്ടായി. ഇനിയും ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ തന്നെ ഈ ഗ്രൂപ്പ് വളരെയധികം മുന്നോട്ട് പോയി എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഞങ്ങളുടെ സഹോദരന്മാർ ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. അനൂപ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AM ഷാജി, M രാധാകൃഷ്ണൻ, MA സലീം, ഷഫീമ, അബ്ബാസ് അലി, ഷമീറ, ജാസ്മിൻ, സലീം, ഷാജി എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. കഴിഞ്ഞ വർഷം തുടങ്ങിയ ഈ ബാച്ച് നിരവധി പേർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സഹായം നൽകി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഷൊർണൂർ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ ചുമതലയേറ്റു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ T രാംകുമാർ, വിമല രാംകുമാർ എന്നിവർ ചടങ്ങിൽ ഔദ്യോഗിക ക്ഷണിതാക്കളായിരുന്നു. ലയൺസ് ലോഗോ മാത്രമാണ് നമുക്ക് എല്ലായിടത്തും ഇടേണ്ടത്. This is his direction as soon as he has taken over. It is not to be printed, used on any stationery, digital graphics, promotion material or website. It is a symbol to be worn with pride, not to be displayed digitally. AP Singh പറഞ്ഞതാണിത്. നമുക്ക് മനസ്സിലാക്കണം why he has said this. He wants us to only publicize the Lions logo. വേറെ ഒന്നുമല്ല, പ്രിന്റ് മീഡിയയിൽ വേറെ ഒന്നും ഇടാൻ പാടില്ല. ആ മുകളിൽ കാണുന്ന ലയൺസ് ലോഗോ അത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് താഴെ വി സർവ് നമ്മൾ ചെയ്യുന്നത് അത് മാത്രമേ ഇടാൻ പാടുള്ളൂ ആണ് അവരുടെ പുതിയ ഡയറക്ഷൻ. പുതിയ ഇന്റർനാഷണൽ പ്രസിഡന്റ് AP സിംഗിന്റെ ഡയറക്ഷനാണ്. സിന്ധു രാമനാഥന്റെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ബീന മോഹൻകുമാർ ഫ്ലാഗ് സല്യൂട്ടേഷൻ നിർവഹിച്ചു. രതീഷ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് രാധാ വേണുഗോപാൽ അധ്യക്ഷയായിരുന്നു. മുൻ ഡിസ്ട്രിക്ട് ഗവർണറെ ഡോക്ടർ K വേണുഗോപാൽ പരിചയപ്പെടുത്തി. തുടർന്ന് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ T രാംകുമാർ പ്രഭാഷണം നടത്തി. ഇൻസ്റ്റലേഷൻ സെറിമണിയും ഇതോടനുബന്ധിച്ച് നടന്നു. തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് C പ്രമോദ് സദസ്സിനെ അഭിസംബോധന ചെയ്തു. കുന്നത്ത് രാമചന്ദ്രൻ, ഗീതാ ശശികുമാർ, സന്തോഷ്, ശശികുമാർ, ദേവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂർ PWD ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകർക്ക് പരിക്ക്. BJPയുടെ പ്രതിഷേധ മാർച്ച് ഷൊർണൂർ കുളപ്പള്ളി റോഡ് തകർച്ചയ്ക്കെതിരെ. വെള്ളാപ്പള്ളിയുടെ പരാമർശം പാർട്ടി നിലപാടിനൊപ്പമെന്ന് മന്ത്രി സജി ചെറിയാൻ. കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച മന്ത്രി.
രോഗിയുമായി പോയ ആംബുലൻസ് തടഞ്ഞത് മനുഷ്യത്വരഹിതം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കുറച്ചുപേർ സമരത്തിന് വരുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ചയെന്നും മന്ത്രി. തൃശൂരിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. വിൽപ്പനയ്ക്കെത്തിച്ച 3.5 കിലോ ഗജപതി സ്പെഷ്യൽ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി അറസ്റ്റിൽ. 2020 കഞ്ചാവുമായി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായ മഹാരാഷ്ട്ര സ്വദേശിക്ക് 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. വാടാനാംകുറിശി ROB സർവീസ് റോഡ് നിർമ്മാണം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധം. 10 ദിവസം റൂട്ടിൽ ഗതാഗതം നിരോധിച്ച് നടത്തിയ പ്രവൃത്തി ഇപ്പോഴും പാതി വഴിയിൽ. റോഡ് വീണ്ടും അടച്ചിട്ടതോടെ പ്രതിഷേധവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് നേതാക്കൾ. സംസ്ഥാനത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന് യൂത്ത് കോൺഗ്രസ്. വിദ്യാഭ്യാസ മന്ത്രി പാലക്കാട് ജില്ലയിലെത്തും മുമ്പ് നേതാക്കളെ നിയമവിരുദ്ധമായി തടങ്കലിലാക്കിയ പോലീസ് നടപടി പ്രതിഷേധാർഹം. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് വീട് കയറി കസ്റ്റഡിയിലെടുത്തത് മന്ത്രി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധമുണ്ടായേക്കുമെന്ന് ഭയന്ന്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.